യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടി ഹോസ്പിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാളുണ്ടായിരുന്നു, ആ മനുഷ്യൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പറയുന്ന വാക്കുകളൊക്കെ വളരെ മോശമുള്ള വാക്കുകളാണ്. അപ്പോൾ ഇയാളോട് പലരും പറഞ്ഞു, നീ ദേഷ്യപ്പെടുമ്പോൾ ഭയങ്കര മോശം വാക്കുകളാണ് പറയുന്നത്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇയാളുടെ ആണത് എന്ന് സമ്മതിക്കാൻ തയ്യാറൊന്നുമല്ല. അങ്ങനെ കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചപ്പോൾ ഈ മനുഷ്യൻ അത് മാറ്റാൻ വേണ്ടി ഒരു സന്യാസിയുടെ അടുത്ത് ചെല്ലുകയാണ്. വളരെ ഫേമസ് ആയിട്ടൊരു സന്യാസിയാണ്. ഈ സന്യാസിയുടെ അടുത്ത് ഈ മനുഷ്യൻ ചെന്നിട്ട് പറയും, ഗുരു, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന വാക്കുകൾ വളരെ മോശം വാക്കുകളാണ്, പിന്നെ അത് ഒരിക്കലും ഇങ്ങനെ മായ്ക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേദന ഉണ്ടാക്കും ആൾക്കാർക്ക്. പക്ഷെ പലപ്പോഴും ഞാനത് ബോധപൂർവ്വം പറയുന്നതല്ല, ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയും, പെട്ടെന്ന് ദേഷ്യപ്പെടുത്തും. അതുകൊണ്ട് എൻ്റെ കുഴപ്പമല്ല, ശരിക്കും എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ അത്ര ശരിയല്ല ഗുരു, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. വെള്ളമോട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗുരു അയാളുടെ കയ്യിലൊരു തട്ട് കൊടുക്കും. തട്ട് കൊടുക്കുമ്പോൾ വെള്ളം താഴേക്ക് വീഴുന്നുണ്ട്. ഉടനെ ഗുരു ഈ മനുഷ്യനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ കയ്യിൽ നിന്ന് വെള്ളം താഴേക്ക് വീണത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, ഗുരു തട്ടിയതുകൊണ്ട്. അപ്പോൾ ഗുരു പറഞ്ഞു, അല്ല, ഞാൻ തട്ടിയത് കൊണ്ടല്ല, നിങ്ങളുടെ പാത്രത്തിൽ നിങ്ങൾ ജലം ഉള്ളത് കൊണ്ടാണ് ജലം താഴേക്ക് പോയത്. ഇനി വെള്ളത്തിന് പകരം നിങ്ങളുടെ ഈ പാത്രത്തിൽ പാലായിരുന്നെങ്കിലോ, പാലല്ലേ താഴേക്ക് പോകുള്ളൂ. ഇനി പൂവായിരുന്നെങ്കിലോ, പൂവല്ലേ താഴേക്ക് പോകുള്ളൂ. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയാണ്, ചുറ്റുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഭാഗ്യമായ സമ്മർദ്ദങ്ങളുണ്ടാവും, ചിലവർ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അത് മാത്രമാണ് പുറത്തു പോകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ജലമാണെങ്കിൽ ജലം പുറത്തോട്ട് വരും, നിങ്ങളുടെ ഉള്ളിൽ പാലാണെങ്കിലോ പൂവാണെങ്കിലോ അതായിരിക്കും പുറത്തേക്ക് വരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യമാണ്, ചീത്ത വാക്കുകളാണെങ്കിലോ അതായിരിക്കും പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അത് മാത്രമാണ് പുറത്തേക്ക് വരുന്നത്, അല്ലാതെ പുറത്തുനിന്നുള്ള കാര്യങ്ങളല്ല നിങ്ങളുടെ അകത്തേക്ക് കയറുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ വളരെ മനോഹരമായിട്ട് പറയുന്ന കാര്യം അതാണ്. ഈശോ പറയുന്നത്, പുറത്തുള്ള കാര്യങ്ങളല്ല, നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തെ ചീത്തയാക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ അസൂയുണ്ടോ, നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യമുണ്ടോ, നിങ്ങളുടെ ഉള്ളിൽ കലഹമുണ്ടോ, അങ്ങനെയെങ്കിൽ അതായിരിക്കും പുറത്തോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരമല്ല നമ്മളെ മോശമാക്കുന്നത്, നമ്മുടെ ജീവിതത്തിനുള്ളിലുള്ള പലതും പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങൾ മോശമാകുന്നത് മനസ്സിലാക്കണം. ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി അവന് എപ്പോഴും ഇങ്ങനെ അവൻ്റെ കൂടെയുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അവൻ്റെ സ്ഥിരമായിട്ടുള്ള ഹോബിയാണ്, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവൻ്റെ അപ്പൻ ഇവനെ വിളിച്ചിട്ട് പറയും, മോനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കരുത്, നീ മറ്റുള്ളവർക്ക് നന്മകളുണ്ട് പറയാം, നന്മകളെക്കുറിച്ച് പറഞ്ഞ് നടക്കുക. എന്നിട്ട് മകനൊരു എക്സർസൈസ് അപ്പം കൊടുക്കുന്നത് ഇങ്ങനെയാണ്, എടാ ഇനി തൊട്ട് നീ ആരെങ്കിലും കുറിച്ച് കുറ്റം പറഞ്ഞാൽ, ആരെങ്കിലും കുറിച്ച് മോശം പറഞ്ഞാൽ നീ ചെയ്യേണ്ടത്, നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ള മതിലുണ്ടല്ലോ, ആ മതിലിൽ നീ ഒരു ആണി അടിക്കണം. ഒരാളെ കുറ്റം പറഞ്ഞാൽ നീ ഒരു ആണി അടിക്കണം. ഇനി ആരെങ്കിലും കുറിച്ച് നീ നല്ലതെന്തെങ്കിലും പറഞ്ഞാൽ നീ എന്ത് ചെയ്യണം, നിനക്ക് ആണി പറിച്ചു കളയാം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മതിൽ മുഴുവൻ ആണികളായി. കാരണം അവനെങ്ങനെ കുറ്റം പറയുന്ന ശീലം മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ടിപ്പോൾ അവന് തന്നെ സങ്കടമായി. അപ്പോൾ അവൻ ബോധപൂർവ്വം തീരുമാനം എടുക്കുകയാണ്, ഇനി കുറ്റം പറയില്ല, ഇനി നല്ലത് മാത്രം പറയണം. അപ്പോൾ ഈ മതിൽ നിറച്ചിങ്ങനെ ആണിയാണ് കേട്ടോ. പിന്നീട് അവൻ ഓരോരുത്തരെ കുറിച്ച് നല്ലത് ബോധപൂർവ്വം പറയാൻ തുടങ്ങി. ഓരോ നല്ലത് പറയുമ്പോഴും ഓരോ ആണി വെച്ച് അവൻ പറിച്ചു കളയും. അങ്ങനെ ഒടുവിലത്തെ ആണിയും അവൻ പറിച്ചു കളയുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് അപ്പൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറയും, അപ്പം അതേ മതിൽ നോക്കിയെന്ന് പറയും. അവൻ നോക്കുമ്പോൾ ഒറ്റ ആണിയില്ല മതിലിൽ. അവൻ പറയും, കണ്ടപ്പോൾ എല്ലാ ആണിയും പറിച്ചു കളയും, ഞാനിപ്പോൾ എല്ലാവർക്കും നല്ലതാണ് പറയുന്നത്. അപ്പോൾ അപ്പം പറയും, മോനെ വെരി ഗുഡ്, നല്ല കാര്യമാണ് നീ ചെയ്തത്. പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, അവിടെ ആണികളില്ല, പക്ഷേ ആണിയുടെ പാട് അവിടെയുണ്ട്. നീ പറയുന്ന ഓരോ വാക്കും മറ്റുള്ളവർക്ക് മുറിവുകളാണ്, അത് നമുക്ക് മായ്ക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് തെറ്റ് പറയാതിരിക്കുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക, മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്നേഹമുള്ളവർ, ഇന്ന് നമ്മുടെ ഈശോ നമ്മോട് പറയുന്നത് എന്താ, നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതെന്നറിയാം, എൻ്റെ ഉള്ളിൽ എന്താ ഞാൻ നിറച്ചിരിക്കുന്നത്? അത് സ്നേഹമാണോ, അത് നല്ല വാക്കുകളാണോ, അത് നന്മകളാണോ? അങ്ങനെ അതായിരിക്കും എൻ്റെ ചുറ്റുമുള്ള പരിസരങ്ങളെ കുറച്ചും കൂടി ഭംഗിയാക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി സൺഡേ.